ഹായ് എവരി വൺ. വളരെ സിമ്പിളായിട്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എഗ് റൈസും ചില്ലി ചിക്കനുമാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നോൺ ഫ്ലേവേർഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ഓയിലാണോ അത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഗീ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടെ തന്നെ 2 പച്ചമുളക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതും. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. അതും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് തന്നെയാണ്. വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കൂടെ തന്നെ ഒരു 1/4 കപ്പോളം ക്യാബേജ് കൂടി ചോപ്പ് ചെയ്തിട്ടുള്ളതോടെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ക്യാബേജ് എടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ക്യാരറ്റും സവാളയൊന്നും ഒരുപാട് അങ്ങ് സോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്ന രീതിയിൽ മാത്രം ഒന്ന് സോട്ട് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. ഇതും ഒരുപാട് അങ്ങ് സോട്ടാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം മീഡിയം ടു ലോ ആക്കി വെക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് അത്യാവശ്യം മാറി കിട്ടിയാൽ മാത്രം മതിയാവും. ഇനി ഇതൊന്ന് വശങ്ങളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെജിറ്റബിൾസ് വശങ്ങളിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇനി പ്രത്യേക ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെ ഇറങ്ങി വരും. അതിലേക്കാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ട എടുക്കാം കേട്ടോ. എത്ര മുട്ട വേണേലും ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ആയിരിക്കാം. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മുട്ട പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി പോവും. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം മുട്ടയൊന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുത്തു വിടാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടെയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള റൈസ് ഏതായാലും ചേർത്ത് കൊടുക്കാം. കൈമ റൈസ് ആയാലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നവാബി പൊന്നി റൈസാണ് കേട്ടോ. ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള റൈസാണ് ചേർക്കുന്നത്. നമുക്കിതുപോലെ തലേ ദിവസത്തെ റൈസൊക്കെ അധികം ഇരിപ്പുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ നോർമലായിട്ട് ചോറ് വയ്ക്കാനായിട്ട് എടുക്കുന്ന റൈസ് വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയ ശേഷം വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പോ കുരുമുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ടൊന്നും ചേർക്കേണ്ടതായിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ഓപ്ഷണലാണ്. നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് കൈമ റൈസിൽ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. നെയ്യ് ചേർത്ത ശേഷം റൈസ് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി മറ്റൊന്നും തന്നെ ചേർക്കാനില്ല. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 പിടി മല്ലിയില നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മല്ലിയില ചേർത്ത ശേഷം ഒരു 5 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂറോളം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം കേട്ടോ. അരമണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ റൈസിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചില്ലി ചിക്കനാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു 350 ഗ്രാമോളം ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ കോൺഫ്ലോറിൽ കോട്ട് ചെയ്ത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലല്ല ഞാനിതിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പും 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത ശേഷം നന്നായിട്ട് ഈ ഓയിലിൽ തന്നെ സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കണം. ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ മാറി ഒന്ന് വൈറ്റ് കളറായിട്ട് വരും. അതുവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കോൺഫ്ലവർ കോട്ടിൽ മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാതെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കൊണ്ട് ടേസ്റ്റിലൊന്നും ഒരു ഡിഫറൻസും വരുന്നില്ല.
ഇതിനെ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. തിരിച്ചു മറിച്ചു ഇട്ട് ഒന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇതിപ്പോൾ ഒരു സൈഡ് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതിയാവും. ഈ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സാധാരണ നമ്മൾ ചില്ലി ചിക്കനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കോൺഫ്ലോറിലൊക്കെ കോട്ട് ചെയ്ത് എടുത്ത ശേഷം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷമൊക്കെയാണ് ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുക്കാറ്. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഈ ചിക്കൻ ഒന്ന് 4 വശങ്ങളിലേക്കായിട്ട് ഒതുക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയ സോസും 1 ടേബിൾ സ്പൂണോളം ഗ്രീൻ ചില്ലി സോസും 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂണോളം തന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം ചിക്കനിലേക്കൊന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് 1.5 ടേബിൾ സ്പൂൺ ആക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ്. ചില്ലി ചിക്കൻ പോലെ വളരെ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടുള്ള ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഫ്ലെയിം ഹൈ ആയി തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ചിക്കനിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു സോസൊക്കെ ഇതിലേക്ക് നന്നായിട്ട് തന്നെ കോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാളയും അതുപോലെ തന്നെ 1 ക്യാപ്സിക്കവും സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ തന്നെ 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ടുള്ളതും 5 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാവും. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഒരുപാടൊന്ന് കുക്കായി പോകേണ്ട ആവശ്യമില്ല. സവാള ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ പാകത്തിന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ പെട്ടെന്ന് കട്ട പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇത് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ കോൺഫ്ലോറും വെള്ളവും ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഞാനിപ്പോൾ അത്യാവശ്യം ഗ്രേവിയിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചുറ്റിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സാവധാനം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കോൺഫ്ലോറിൻ്റെ ആ ഒരു റോ സ്മെല്ലൊന്നും മാറി വരുന്നത് വരെ മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരൽപ്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും അല്പം സിസമേ സീഡും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. സിസമേ സീഡ് വെളുത്ത എള്ളാണ് കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളൊരു റൈസും അതുപോലെ തന്നെ ചില്ലി ചിക്കനും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്യാം. റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.